നമ്മളങ്ങനെ വീണ്ടും ഒരു കുഞ്ഞു ഗെറ്റ് അവേ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം. വെൽക്കം ടു മമ ആൻഡ് മീ. സോ ഇന്നത്തെ യാത്ര നമ്മൾ ട്രിവാൻഡ്രത്തേക്കാണ്. ട്രിവാൻഡ്രത്താണ് എൻ്റെ സെക്കൻഡ് ബ്രദർ വർക്ക് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും കൂടെ പുള്ളിനെ മീറ്റ് ചെയ്യാൻ പോയൊരു ചെറിയൊരു ട്രിപ്പാണ്. ഉപ്പർക്ക് ലീവൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി 5:30. അപ്പം 5:30 തന്നെ പറ്റിയൊരു സ്പോട്ട് എന്ന് പറയുന്നത് പത്മനാഭ ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പത്മനാഭ ക്ഷേത്രം കാണാൻ പോയി. അടുത്തു നിന്ന് കണ്ടപ്പോഴൊരു ഫീൽ അടിപൊളിയായിരുന്നു. അങ്ങനെ പത്മനാഭ ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അവിടുത്തെ ഏറ്റവും ഫേമസ് ഗുഡ് മോർണിംഗ് ഹോട്ടൽ, പണ്ടോട്ടേ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്, ബീഫിനും പൊറോട്ടയ്ക്കും. അങ്ങനെ ഞങ്ങൾ ബീഫും പൊറോട്ടയും കുത്തിക്കയറ്റാനായിട്ട് പോയെ. എല്ലാവരും കൂടെ അവിടെ പോയി ഫുഡ് കഴിച്ചു. അങ്ങനെ ചേട്ടൻ നമ്മൾ അടുത്തത് കൊണ്ടുപോയത് വെട്ടുകാട് പള്ളിയിലേക്കാണ്. റിയൽ നെയിം മദ്രെ തെയൂസ്, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് എ പോർച്ചുഗീസ് ടേം വിച്ച് മീൻസ് മദർ ഓഫ് ഗോഡ്. അങ്ങനെ നമ്മൾ ആ പള്ളിയിലാണ് പോയത്. ഇറ്റ് വാസ് വെരി ഡിവൈൻഫുൾ ആൻഡ് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇറ്റ് വാസ് പീസ്. ഗോത്തിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. അപ്പം ഇറ്റ് വാസ് മെസ്മറൈസിങ്. അടിപൊളി പള്ളിയായിരുന്നു. നമ്മൾ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, ആ പള്ളി മൊത്തം കണ്ടു. അപ്പം അവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. താഴ്പള്ളി ഉണ്ടായിരുന്നു, അവിടെ ആരാധനാലയം അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് വർക്കലയിലാണ്. അപ്പോൾ വർക്കല അടുത്താണ് നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൺ ദ വേ നമ്മൾ വേറൊരു ഫോർട്ട് കണ്ടു. ആ ഫോർട്ടിൻ്റെ പേര് അഞ്ചുതെങ്ങ് ഫോർട്ട് എന്നാണ്. നമ്മൾ റാൻഡംലി കണ്ടപ്പം എന്നാൽ കയറി നോക്കാം, വാട്ട് ഇഫ് വി മിസ് സംതിങ് എന്നുള്ള രീതിയിൽ നമ്മൾ കയറി കണ്ടത്. ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. നമ്മളിങ്ങനെ അവിടുത്തെ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം വായിച്ചപ്പം ആക്ച്വലി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെരി ഫസ്റ്റ് പെർമനൻറ്റ് ഫോർട്ടാണ് കേരളയിൽ. 17th സെഞ്ച്വറിയിലെ ഫോർട്ടി ബിസിനസ് ഔട്ട് പോസ്റ്റ് എന്നാണ് പറയണത്. അപ്പം കുറച്ച് റിസർച്ചൊക്കെ നടത്തിയപ്പോൾ, കാരണം ആ സമയത്ത് ബിസിനസ്സിനായിട്ടും ട്രേഡിനായിട്ടും ഇവർ സ്പൈസസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തും സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മിലിറ്ററി ബേസും പാർട്ട് ഓഫ് ട്രേഡിംഗ് മാർക്കറ്റും പിന്നെ ഒരു സിഗ്നൽ സ്റ്റേഷനും കൂടിയായിരുന്നു ഫോർ ഇൻകമിങ് കൊളോണിയൽ ഷിപ്സ്. അതിനെപ്പറ്റി അറിയാൻ പറ്റി. ദ വാൾസ്, അതുപോലെ തന്നെ അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് സൈഡിൽ. അപ്പം അതെല്ലാം കണ്ടു. പിന്നെ അതിന് മേലെ കൂടെ നടക്കാം, പക്ഷെ നമ്മൾ പോയില്ല, കാരണം പൊരിഞ്ഞ വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ സൈഡ് അതിൽ നമുക്ക് നടന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് ബീച്ചുള്ളത്. അപ്പം വി കൻ സി ദ ബീച്ച് വ്യൂ ആസ് വെൽ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. വേറൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5 തെങ്ങെന്ന് പേര് വരാൻ കാരണം 5 തെങ്ങുള്ള സ്ഥലം, അങ്ങനെയാണ് ആ ഫോർട്ട് വന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അവർ അഞ്ചെങ്ങോ ഫോർട്ട് എന്നാണ് ബ്രിട്ടീഷിൽ അതിനെ ടേം ചെയ്തത്. നമ്മളങ്ങനെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷനപ്പായി നമ്മൾ നെക്സ്റ്റ് വർക്കല ബീച്ചിലേക്ക് പോവാണ്. നൈറ്റ് നമ്മൾ വർക്കലയിൽ ചില്ല് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയൊരു പ്രശ്നമായിരുന്നു കണ്ടത്. നമ്മൾ പോട്ടല്ലോ, നമ്മൾ ക്ലിഫ് ഇറങ്ങുകയാണ് വർക്കല ബീച്ചിലേക്ക്. ക്ലിഫ് ഇറങ്ങി ബീച്ചിലോട്ട് പോവാണ്. അപ്പയും അമ്മയും വന്നില്ല, ഞങ്ങൾ 3 ഇറങ്ങി. അവർ ടോപ്പ് പോർഷൻ ചില്ല് ചെയ്തോളാം, നിങ്ങൾ താഴെ പോയി ബീച്ചൊക്കെ കണ്ടിട്ട് വന്നു പറഞ്ഞാൽ നമ്മളെ വിട്ടു. അങ്ങനെ നമ്മളിവിടെ 3 കൂടെ വന്ന് എന്തൊക്കെയോ ചെയ്തു. ബീച്ച് കണ്ടു, കുറേ ആൾക്കാരെയും കണ്ടു. ഇത് നമ്മൾ 3 മാത്രമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പേര് ഒറ്റയ്ക്കായിരുന്നു. അപ്പം അല്ല, 3 പേര് ഒരുമിച്ച് താഴെ, ഞങ്ങൾ മാത്രം, അപ്പം അമ്മയില്ലാണ്ട് ഞങ്ങൾ മാത്രമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളും കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ വട്ടം കണ്ടു, പക്ഷെ അന്ന് നമ്മളങ്ങനെ കുറേ വിശേഷം പറഞ്ഞു. നമ്മുടെ പണ്ടത്തെ ബീച്ചിൽ കാണുന്ന ലേസറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ പറയായിരുന്നത്. നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ മേളിലോട്ട് കയറിപ്പോയി അപ്പയുടെ അടുത്തേക്ക്. നമ്മൾ പിന്നെ അവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുത്തെ ഒരു കഫേയിലൊക്കെ പോയിരുന്നു. കഫേൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇപ്പോൾ കുറച്ച് നാളായി, അതുകൊണ്ട് എനിക്ക് കഫേൻ്റെ പേരൊന്നും ഓർമ്മയില്ല. പക്ഷേ ഇറ്റ് വാസ് റിയലി ഗുഡ്. നമ്മൾ 5 കൂടെ പോയി, അത് അടിപൊളിയായിരുന്നു. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്ന
ഷാർജയിലെ നൈറ്റ് ലൈഫും ദ ക്രൗഡ്, ദ കാഫേസ് എല്ലാം കണ്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ നടക്കുന്ന സമയത്ത് അവിടെ മ്യൂസിക് ജാമിങ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു കഫേയിൽ. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് നേരം ആസ്വദിച്ച് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ എൻഡ് ചെയ്യാണ്. ഞങ്ങൾ പിന്നെ റൂമിൽ പോയി പിന്നെ ചീട്ടുകളോട് കൂടിയാണ് അന്നത്തെ ദിവസം അവസാനിപ്പിച്ചത്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.